വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന ശേഷം നമ്മൾ കണ്ടതാണ് കമ്മിക്കൂട്ടങ്ങളുടെ കൂട്ടക്കുരു ഒരുമിച്ച് പൊട്ടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തിലിട്ട് പിടിക്കും, അതായത് ഒരു തരത്തിലും ഒരു ലൂപ്പ് ഹോളുമില്ലാതെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ 26 ദിവസമായിട്ട് വി രാജേഷ് മേയർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മേയറായിട്ടുള്ള വി രാജേഷ് തലവെച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തലവെച്ച് കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അത് വളരെ ഭംഗിയായിട്ട് സോൾവ് കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതെന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അദ്ദേഹം ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അതിൽ നിന്നും കിട്ടിയ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും കൊണ്ടാണ്. മാധ്യമങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം, ജനങ്ങൾക്കിടയിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ചെയ്താൽ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാം, മാധ്യമങ്ങളെ എങ്ങനെയാണ് അകറ്റേണ്ടതും അടുപ്പിക്കേണ്ടതും, ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഒരു പൊളിറ്റീഷ്യന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എവിടെ എങ്ങനെ ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കയ്യടി കിട്ടുമെന്നും എവിടെ എങ്ങനെ ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ ട്രോളാവുമെന്നും കൃത്യമായി ഒരു പൊളിറ്റീഷ്യൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ അറിയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് ആ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഒരു കണ്ടൻ്റായി മാറുമെന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ വന്ന ശേഷം എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ഓട്ടിച്ചിട്ട് പിടിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിക്കൂട്ടന്മാർ കൂട്ടാക്കൂരി പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇനിയിപ്പം നരേന്ദ്രമോദിയുടെ ബ്ലൂ പ്രിൻറ്റിൽ തന്നെ ചാടി പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻകുട്ടി അണ്ണനൊക്കെ രംഗത്തെത്തിയത്. ശിവൻകുട്ടി അണ്ണൻ്റെ ഗുണവധികാരമൊക്കെ കൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയി കിട്ടിയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അണ്ണനോടൊരു വലിയ നന്ദിയുണ്ട് എന്ന് കൂടെ പറയുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ ബ്ലൂ പ്രിൻ്റ് ഇട്ട് പിടിച്ച് മോദി ബ്ലൂ പ്രിൻ്റ് കൊണ്ടുവന്നില്ല, മോദിയുടെ താടി വളർന്നുപോയി എന്നൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നമുക്കവിടെ കേൾക്കാനായിട്ട് സാധിച്ചു. എങ്കിലും നമ്മുടെ മാധ്യമപ്രവർത്തകർക്കൊരു കുഴപ്പമുണ്ട്. അത് കുഴപ്പമല്ല, അത് ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, അതൊരു കുഴപ്പമായിട്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്. അതാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ള വാർത്തകൾ എടുക്കാനായിട്ട് മാധ്യമപ്രവർത്തകരുണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കുട്ടിക്ക് അക്കാഡമിക്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ വാർത്തയെക്കാളും കാണാൻ ആൾക്കാരുണ്ടാകും കേഡൽ ജിൻസൺ രാജ സ്വന്തം അച്ഛനെ അമ്മയും തലക്കടിച്ചു കൊന്ന വാർത്ത കാണാൻ. അപ്പം നെഗറ്റിവിറ്റി കൺസ്യൂം ചെയ്യാനാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യം. അങ്ങനെ ആ നാട്ടിലെ ജനങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഭൂരിഭാഗവുമുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് താല്പര്യമുള്ളതാണ്. പക്ഷേ ഇവർ പൊതുമധ്യത്തിൽ വന്ന് നമ്മുടെ കേരളത്തിലെ മലയാളികൾ പറയും, ഈ മാധ്യമങ്ങളൊന്ന് തുറക്കാൻ വയ്യ, ഫുൾ നെഗറ്റിവിറ്റിയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും റേറ്റിംഗ് ഇങ്ങനെ കുതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഓരോ ദിവസം കഴിയുന്നതോറും പ്രേക്ഷകനെ കൂടി വരികയാണ് എന്നുള്ളതാണ്. ഞാൻ ഈ ജേർണലിസം പഠിക്കാൻ പോയൊരു സമയത്ത് ഏഷ്യാനെറ്റ് ഓൺലൈനിൻ്റെ ചീഫ് ആ സമയത്ത് വന്നിട്ട് അദ്ദേഹം ഓൺലൈനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞ് ആ ടാബ് തുറന്ന ശേഷം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു ബലാത്സംഗത്തിൻ്റെ വാർത്തയാണ്. വേറെ എന്തോരം വാർത്തകൾ അതിനകത്തുണ്ട്. അതിനകത്ത് ടെക്കുണ്ട്, അതിനകത്ത് ഹെൽത്ത് പരമായിട്ടുള്ള വാർത്തകളുണ്ട്, അതിനകത്ത് സാമ്പത്തികമുണ്ട്. ഇതൊന്നും കാണണ്ട, അപ്പോൾ ഇത് കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെയും ഇനി അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എവിടെ ചെന്നാലും നെഗറ്റീവ് വാർത്തകളുണ്ടോ എന്ന് തപ്പി നടക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ വേദികളിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും നേതാക്കന്മാർ ആരെങ്കിലും കാണുമ്പോൾ മുഖം എന്ന് തിരിച്ചു പോകുന്നുണ്ടോ, കാർക്കിച്ച് തുപ്പുന്നുണ്ടോ, കൈ കൊടുക്കുന്നുണ്ടോ, മുണ്ടൂരി തലയെ കെട്ടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല വാർത്തകൾക്കും നല്ല സ്കോപ്പാണ്. അങ്ങനെയാണെങ്കിൽ കുറേ നാൾ അതിട്ട് ഓട്ടിക്കാം, കുറേ നാൾ മാമുണ്ണാനുള്ള വകുപ്പ് കിട്ടും. അതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള വിമർശനാത്മകമായിട്ട് തന്നെ പറയുകയാണ് എന്ന് കൂട്ടിക്കോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഒരു വിഷ്വൽ അവരുടെ കണ്ണിൽപ്പെട്ടത്. മുൻ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള ആർ ശ്രീലേഖ ആ സൈഡിൽ വിഷാദയായി നിൽക്കുന്നു. അങ്ങനെ വിഷാദയായി മുഖത്തൊരു ദുഃഖഭാവത്തോടെ നിൽക്കുന്ന ആർ ശ്രീലേഖയെ എല്ലാ മാധ്യമപ്രവർത്തകരും സൂം ചെയ്യുകയാണ്. ഇപ്പുറത്തെ ഭാഗത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അവിടെയുള്ള വേദിയിൽ നിന്ന് വന്നതുമായിട്ടുള്ള എല്ലാ BJP പ്രവർത്തകരും പോയി കൈ കൊടുക്കുന്നു, അദ്ദേഹത്തിന് ആശീർവാദം വാങ്ങിക്കുന്നു. അദ്ദേഹം ഒരു സൈഡിലോട്ട് നടന്നു നീങ്ങുന്നു. ശ്രീലേഖ ഇത് നോക്കി നിന്ന ശേഷം അവർ വേറൊരു സൈഡിൽ കൂടെ മുഖം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇതിൽ ഞാൻ ആർ ശ്രീലേഖയോടൊപ്പം അല്ല.
എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയുള്ള സകല ആൾക്കാരും ആർ ശ്രീലേഖ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അതായത് അവരൊരു ബ്യൂറോക്രാറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നു വന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് അദ്ദേഹം വിളിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹം ക്ഷണിക്കാതെ പോകാനുള്ള ഒരു മനസ്ഥിതി ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ആർ ശ്രീലേഖ പറഞ്ഞത്. ആ വാദം ഒരിക്കലും തൃപ്തികരമല്ല എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബേസിക്കലി ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആർ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ DGPയെ BJPയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരു DGPയെ അല്ലെങ്കിൽ മുൻ DGPയെ BJPയുടെ അസറ്റായി മാറ്റണം അല്ലെങ്കിൽ BJPക്ക് അവരൊരു മുതൽക്കൂട്ടായി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ആദ്യം BJPയുടെ ഐഡിയോളജി എന്താണ് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ആശയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ആർ ശ്രീലേഖയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആർ ശ്രീലേഖയ്ക്ക് മാത്രമല്ല, BJPയിലേക്ക് വരുന്ന പല പ്രമുഖരായിട്ടുള്ള VIPകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. അല്ലെന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. പല പ്രമുഖരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. TP സെൻകുമാർ പലപ്പോഴും BJPയുടെ പല വേദികളിലും കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പല വേദികളിലും, അദ്ദേഹം ഇപ്പോഴും BJPക്കാരനാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ BJPക്കോ BJPയുടെ നേതാക്കന്മാർക്കോ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. ജേക്കബ് തോമസ് BJP ആയി മാറിയതാണ്. BJP ആയി മാറിയ ശേഷം ജേക്കബ് തോമസിനെ മത്സരിപ്പിക്കാൻ നിർത്തി ജേക്കബ് തോമസിന് തുരങ്കം വയ്ക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. കാരണം ജേക്കബ് തോമസ് അവിടെ വിളിച്ചാൽ BJPയുടെ പ്രവർത്തകർ വരുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ആർ ശ്രീലേഖയെ വിളിച്ചു വരുത്തി. ആർ ശ്രീലേഖ ആ വേദിയിൽ നിൽക്കുമ്പോൾ ആർ ശ്രീലേഖ BJPയിലേക്ക് പുതിയതായിട്ട് വന്നൊരു സ്ത്രീയാണ്. രാജീവ് ചന്ദ്രശേഖരന് വേണമെങ്കിൽ ആർ ശ്രീലേഖയെ കൈ പിടിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പരിചയപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു കൈ കൊടുപ്പിക്കാമായിരുന്നു. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൂടെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. BJP ഇപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതുപോലുള്ള VIPകൾ BJPയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ മാക്സിമം കംഫർട്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവരെ മാക്സിമം കംഫർട്ടാക്കുക. കാരണം അവർക്ക് വലിയ പദവികളോ കാര്യങ്ങളോ കൊടുക്കണമോ എന്നുള്ളതല്ല അവരുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത്. മറിച്ച് അവർക്കിതിനകത്തൊരു വിലയുണ്ട് എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് പ്രൈം കൺസേൺ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടെ BJPന്ന് ചാടി അപ്പുറത്ത് പോയ സന്ദീപ് വാര്യർ അവിടെ കോൺഗ്രസ്സിൽ ഒരു പട്ടികളും തിരിഞ്ഞു നോക്കാത്തതുപോലെ അയാളിപ്പോൾ ഓടി നടക്കുകയാണ്. കണ്ട ലീഗുകാരൻ്റെ കാലും പിടിച്ച് ലീഗുകാരെ ഇരിക്കുന്ന കസേരയെ തൊട്ടടുത്ത് കസേര ഒഴിഞ്ഞു കിടക്കണമെന്ന് നോക്കി ആ കസേരയെ ഓടിച്ചെന്നിരുന്ന് കയ്യും പിടിച്ച് കയ്യിൽ ഉമ്മയും വെച്ച് തവനൂര് സീറ്റ് ഒപ്പിക്കാനാണെന്നാണ് ഞാനൊരു കരക്കമ്പി കേട്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയൊക്കെ ഓടി നടക്കണം. അപ്പോൾ അതുപോലത്തെ ഒരു ഗതികേട് ഇവർക്ക് വരാൻ പാടില്ല. കാരണം ഇവരെന്ന് പറയുന്നത് സമൂഹത്തിൽ അവരുടെ പ്രതിഭ തെളിയിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാൻ, അവരെ കംഫർട്ടാക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു കടമ BJPക്ക് കൃത്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ BJPക്ക് തലവേദനയായി മാറും ഇതുപോലുള്ള നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മാധ്യമങ്ങൾ ഇവരുടെ പുറകെ നടക്കുകയാണ്. സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിച്ചത്? സുരേഷ് ഗോപി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സൺ ആയതുകൊണ്ടും സുരേഷ് ഗോപി നേരത്തെ തന്നെ സമൂഹത്തിൽ വെൽ അക്സെപ്റ്റഡ് ആയിരുന്നതുകൊണ്ടും സമൂഹത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു. അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത്. BJPയിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ചത്. അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായി പിന്നെയും പരിണമിച്ചിട്ടില്ല. ആ പൊളിറ്റീഷ്യൻ ആവാത്തതിൻ്റെ എല്ലാവിധ ദോഷഫലങ്ങളും BJP അനുഭവിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി മാധ്യമങ്ങളോടൊക്കെ പെരുമാറുമ്പോൾ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. കാരണം പൊളിറ്റീഷ്യൻ പറയുന്ന വാക്കുകൾ വളച്ചൊടിക്കാൻ വളരെ എളുപ്പമാണ്. VV രാജേഷിനെ നോക്കണം. VV രാജേഷിനെ നോക്കുമ്പോൾ VV രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എന്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് ഞാനത് പഠിച്ചിട്ട് പറയാം, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനത് നോക്കട്ടെ, ഞാനത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി ബ്ലൂ പ്രിൻറ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നില്ലല്ലോ എന്ന് VV രാജേഷിനോട് ചോദിച്ചപ്പോൾ VV രാജേഷ് ആദ്യം പറഞ്ഞത് അങ്ങനൊരു വാദം നമ്മൾ പറയരുത്. കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിൻറ്റും കൊടുത്തിട്ട് പോയാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ട് പോയാൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ തന്നെയാണ്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം കേന്ദ്രീകരിച്ചുള്ള വികസനമല്ല അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ട്രെയിനൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് പോലെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ജനങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്ത്. അതൊരു കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇതേ ചോദ്യം നമ്മുടെ സുരേഷ് ഗോപിയോടാണ് ചോദിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി ആ സമയത്ത് പൊട്ടിത്തെറിച്ചാനേ, മാന്തി കീറും ഞാൻ,
അള്ളി പൊളിക്കിഞ്ഞ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി. അപ്പോൾ അതാണ് ഒരു പൊളിറ്റീഷ്യൻ, ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനും മറിച്ച് ഒരു സാധാരണ പൗരൻ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് രാഷ്ട്രീയക്കാരനായാൽ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാലും സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അതൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുന്നത്. ബേസിക്കായിട്ട് ഇവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി എന്താണ്, ആ പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് സമൂഹം കാണുന്നത്, മാധ്യമങ്ങൾ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്ത ശേഷം അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അക്കോമഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് തേനൊഴുക്കാം പാലൊഴുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ശ്രീലേഖയുടെ അടുത്ത് പറഞ്ഞിരുന്നത് മേയറാക്കാമെന്നാണ് എന്ന് ശ്രീലേഖ തന്നെ പറയുന്നു. പിന്നീട് വി രാജേഷിനെ മേയറാക്കി. അപ്പോൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും ആദ്യം കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കണം. ശ്രീലേഖ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയുള്ള വാഗ്ദാനം ശ്രീലേഖയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ അത് ചിന്തിക്കണമായിരുന്നു. ശ്രീലേഖ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്തിൻ്റെ മേയറായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും BJPക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 5 വർഷം കൊണ്ട് വൈപ്പ് ഔട്ടായി പോയനെ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ശ്രീലേഖയ്ക്ക് മേയറാകാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ അനുഭവ സമ്പത്ത്, രാഷ്ട്രീയ സമ്പത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയം എന്നുള്ളത് തുലവും തുച്ഛമാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും വേണ്ടത് ഒരു പൊളിറ്റീഷ്യൻ ആവാനുള്ള അവരുടെ യോഗ്യതയായിട്ട് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ചെന്ന്, ആ ഗ്രാമത്തിൽ കുടിവെള്ളമില്ല, ആ ഗ്രാമത്തിൽ ചെന്ന് ഒരു കിണർ കുത്തി ആ ഗ്രാമത്തിലെ കുടിവെള്ളം ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം ഒരു ചാരിറ്റി പേഴ്സണാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പൈസ എടുത്ത് അദ്ദേഹം കിണർ കുത്തി അദ്ദേഹം ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം വെള്ളം കൊടുത്തു, അദ്ദേഹത്തിന് കോടി പുണ്യം കിട്ടും എന്നാണ് നമ്മുടെ നാട്ടുകാർ പറയുന്നത്. ഇനി ഇതേ ആൾ തന്നെ ഒരു 19 പേരെ സംഘടിപ്പിച്ച് ഈ ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കാനായിട്ട് നാഷണൽ ഹൈവേയോ അല്ലെങ്കിൽ പൊതുഗതാഗതം നടക്കുന്ന ഒരു പൊതുനിരത്തോ ഉപരോധിക്കുകയാണ്. ജനങ്ങൾ കംപ്ലീറ്റ് സ്തംഭിച്ച് ജനങ്ങളെല്ലാം തലയിൽ കൈവച്ച് പ്രാവുകയാണ്. എന്താണ് ഈ കാണിക്കുന്നത്? ഒരു വലിയ സമരം അങ്ങോട്ട് സംഘടിപ്പിക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് ജീവിതത്തിനുള്ള ഉപാധി കണ്ടെത്തുന്ന ആൾ ചാരിറ്റി പേഴ്സൺ, അതേസമയം ജനങ്ങളുടെ ആ ഒരു ജനജീവിതം സ്തംഭിപ്പിക്കുന്ന വ്യക്തി രാഷ്ട്രീയക്കാരൻ. അതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അവരങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ ഇനിയിപ്പോൾ എത്ര നന്നായിട്ട് കോർപ്പറേഷൻ ഭരിച്ചാലും ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില വാക്കുകളും ചില കാര്യങ്ങളും, അവരൊരു ബ്യൂറോക്രാറ്റായിരുന്നു, ആ ബ്യൂറോക്രസിയുടെ പല അനുരണനങ്ങളും അവരുടെ സ്വഭാവത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ യുവമാർ സുരേഷ് ഗോപിയുടെ മുണ്ടിൻ്റെ ഇടയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി മുണ്ട് മടക്കുന്നുണ്ടോ, മുണ്ട് തുടയ്ക്കുമ്പോൾ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഊതി വീർപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വി രാജേഷ് തന്നെയാണ് മേയർ ആവാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ ഒരു വാഗ്ദാനം അവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം അവരൊരു IPS കാരിയായിരുന്നു. അവിടെ നിന്ന് നേരെ ഒരു കൗൺസിലർ ആക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. എന്തായാലും അങ്ങനെ കൗൺസിലർ ആക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരൊന്ന് കംഫർട്ടാക്കുക. ഇതുപോലെയുള്ള VIP-കളെ എല്ലാം തന്നെ കംഫർട്ടാക്കുക എന്നുള്ളതാണ് BJPക്കും അല്ലെങ്കിൽ BJP നേതൃത്വത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയും ഇതുപോലെ തലവേദനകൾ ഉണ്ടാകും. കാരണം ശ്രീലേഖ ഇരിക്കേണ്ട പൊസിഷൻ ഇതല്ല എന്നുള്ളത് മാത്രമല്ല, അവരെ കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാത്തതിൻ്റെ അമർഷവും അവരുടെ വാക്കുകളിൽ കൃത്യമാണ്, വ്യക്തമാണ്. പൊതുജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാനും സാധിക്കും. അതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് വീണ്ടും ഇതുപോലെ വന്നിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പോൾ ശരി.